മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിച്ച വേദി ശ്രീരാമസേന ശുദ്ധീകരിച്ച സംഭവത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. സംഭവത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സംഭവത്തിന് ബിജെപിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇത്തരം പ്രവർത്തനങ്ങളെ ബിജെപി പിന്തുണയ്ക്കുന്നില്ല എന്നും കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ പാർലമെന്റിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചതാണ്. താൻ പ്രസംഗിച്ച വേദി ശുദ്ധീകരിച്ചു എന്നത് കാര്യം. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ് അവരുടെ മുതിർന്ന നേതാവിനെതിരായ അല്ലെങ്കിൽ ജാതീയ അധിക്ഷേപത്തിനെതിരെ. എങ്ങനെയായിരിക്കും പ്രതിഷേധം? ഇതോടൊപ്പം തന്നെ ബിജെപിയുടെ നിലപാടെന്താണ്? കഴിഞ്ഞ ശനിയാഴ്ച ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലാണ് ഇത്തരത്തിൽ മല്ലികാർജുന ഖാർഗെ പ്രസംഗിച്ച വേദി പിന്നീട് ശ്രീരാമസേന ധർമാർത്ഥ സേവാ ന്യാസ് എന്ന സംഘടന ശുദ്ധീകരണം നടത്തിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് ഉയർത്തിയിരുന്നു. മല്ലികാർജുന ഖാർഗെ ഇക്കാര്യം രാജ്യസഭയിൽ തന്നെ അറിയിച്ചു. താൻ ദളിതനായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിവേചനം നേരിട്ടത് എന്നായിരുന്നു മല്ലികാർജുന ഖാർഗെയുടെ പ്രസ്താവന. തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇറങ്ങുകയും ഇന്ന് വൈകിട്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ട് ഈ വിഷയം രാജ്യവ്യാപകമായൊരു പ്രതിഷേധം നടത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വിഷയത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണം എന്ന ആവശ്യമാണ് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുൻപോട്ട് വെച്ചത്. എന്നാൽ ഈ വിഷയം ഇന്നലെ രാജ്യസഭയിൽ ഉയർത്തിയപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ബിജെപിയുടെ മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജെ.പി. നദ്ദ സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ ഈ സംഭവത്തിൽ ബിജെപിക്ക് യാതൊരു ബന്ധവുമില്ല, ബിജെപി പ്രവർത്തകരല്ല അത്തരത്തിലുള്ള ഈ ശുദ്ധീകരണം നടത്തിയത്. കൂടാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും ബിജെപി പിന്തുണയ്ക്കില്ല. ഇത് മല്ലികാർജുന ഖാർഗെയുടെ മാത്രം വിഷയമല്ല, എല്ലാവർക്കും അപമാനകരമായ വിഷയമാണ് എന്ന് ജെ.പി. നദ്ദ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഇക്കാര്യത്തിൽ രാജ്യസഭാ ചെയർമാൻ സി.പി. രാധാകൃഷ്ണനും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുകയും അപലപിക്കുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടത്തും. ഈ വിഷയത്തിൽ മല്ലികാർജുന ഖാർഗെ അപമാനിതനായ വിഷയത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഒപ്പം ഈ ശ്രീരാം സേനയുടെ ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ശ്രീരാം സേനയുടെ പ്രവർത്തകർ വ്യക്തമാക്കിയത് മല്ലികാർജുന ഖാർഗെ സംസാരിച്ച രാംലീല വേദി അത് മത സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പരിപാടികൾക്കും വേണ്ടി മാത്രമുള്ള വേദിയാണ്. അവിടെ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗം നടത്തുകയും മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ആ പരാമർശങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് എന്ന വിശദീകരണമാണ് ശ്രീരാം സേന നൽകിയത്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. ഒപ്പം പ്രധാനമന്ത്രിയുടെ മാപ്പും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ബിജെപി എന്നാൽ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.